അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. അല്ലാഹു അധികാരം നൽകിയതിൽ പിന്നെ അഹങ്കാരം മനസ്സിലേക്ക് വന്ന നമ്രൂദിനോട് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം യുക്തിബദ്ധമായ ഒരു സംവാദം നടത്തിയത് അങ്ങ് കണ്ടില്ലയോ നബിയേ? ഇത് ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. അപ്പോൾ പിന്നെ റൂഹ് നിലനിൽക്കൂല. അതല്ല, ശരിക്കും മരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരാളങ്ങോട്ട് കിടത്ത് അയാളുടെ ദേഹത്ത് തൊടാതെ ആ റൂഹിനെ അങ്ങോട്ട് പുറത്തെടുക്ക്. അത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റും? ഏത് മനുഷ്യനെ കൊണ്ട് ഖിയാമത്ത് നാൾ വരെ പറ്റൂല. നമ്രൂദ് പറഞ്ഞു എനിക്കും പറ്റും, കൊന്നതാ. അതല്ല മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലൽ മനുഷ്യൻ്റെ ബോഡി സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യൽ മാത്രമാണ്. തൊടാൻ പാടില്ല ശരീരത്തിൽ. മരിപ്പിക്കാൻ കഴിയുമോ? മരിച്ചൊരു മനുഷ്യനിലേക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമോ? മനുഷ്യന്മാർ ആലോചിച്ചോട്ടെ, ശ്രമിച്ചോട്ടെ, നടക്കൂല. പക്ഷെ ഇബ്രാഹിം നബി അതിനൊന്നും പോയില്ല. അതിക്രമം കാണിച്ചവരെ ചിന്തകളോട്, ഫിലോസഫിയോട്, യാഥാർത്ഥ്യങ്ങളോട് അതിക്രമം കാണിച്ചവർ, സുതാര്യമായ സത്യങ്ങളോട് അതിക്രമം കാണിച്ചവർ, അവരൊന്നും അള്ളാഹു ഹിദായത്തിലാക്കൂല. അള്ളാഹ് ഹിദായത്ത് കൊടുക്കണമെങ്കിൽ ആദ്യം തലച്ചോറൊന്ന് ശരിയാക്കി വെക്കണം എന്ന് അതിനർത്ഥം. അല്ലാത്തവർക്ക് ഹിദായത്ത് കിട്ടുന്നില്ല. അത് കിട്ടുന്നത് ആർക്കാണ്? ബ്രെയിൻ കാര്യങ്ങളെ ഗ്രഹിക്കാൻ റെഡിയായി തയ്യാറായി നിൽക്കണം. അതിനാദ്യമേ പൊല്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആദ്യമേ ബ്രെയിൻ തകരാറിലാണ്. അങ്ങനത്തെവർക്ക് ഇങ്ങനെ കാര്യം മനസ്സിലാക്കാൻ. അള്ളാഹു ഖാലിഖാൻ, അള്ളാഹു ഖല്ലാഖാണ്. എല്ലാം ഒരുപാട് വലിയ വലിയ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നവനുമാണ് അള്ളാഹു.